ഇന്നത്തെ അതിർത്തികളൊക്കെ ഇല്ലാതാവുമെന്നും അതിർത്തികളില്ലാത്തൊരു ലോകം വരുമെന്നും മനുഷ്യന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് മൈത്രേയൻ. അന്നന്നത്തെ കാര്യങ്ങൾ എടുത്തിട്ട് അതിമേ അധമ ഭാഷണം നടത്തുന്ന 24-ലെ കാതികൻ എന്ന് പേര് കേട്ട ഹാഷിം താജ് ഇബ്രാഹിം, ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു സംവാദ പരിപാടി ഉണ്ടായിരുന്നു 24 ചാനലിൽ. അത് കണ്ട് ഞാൻ മൂക്കത്ത് വിരൽ വെച്ചു പോയി. കാരണം ഒരു മനുഷ്യനും ഇതുപോലൊരു ദുരവസ്ഥ വരരുതേ എന്നാഗ്രഹിച്ചുകൊണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ രണ്ട് അറ്റങ്ങളിൽ നിൽക്കുന്ന രണ്ട് മനുഷ്യർ തമ്മിലുള്ള ഒരു സംവാദ പരിപാടി. ആ സംവാദ പരിപാടിയിൽ ഒരാൾ രാജ്യത്തിൻ്റെ അതിർത്തികൾ എന്ന് പറഞ്ഞിട്ട് കൂടുതൽ മനുഷ്യരെ അപരവൽക്കരിച്ചുകൊണ്ട് രാജ്യം എന്ന് പറയുന്ന വലിയ അതിരിനെക്കുറിച്ച് വല്ലാതെ വാചാലയാവുന്നു, യുദ്ധത്തിനെക്കുറിച്ച് വല്ലാതെ വാചാലനാകുന്നു. അതേ സമയത്തൊരു മനുഷ്യൻ അതിരുകളില്ല, പണ്ട് തിരുവിതാംകൂറും കൊച്ചിയും യുദ്ധങ്ങളുണ്ടായിരുന്നു, കേരളവും തമിഴ്നാടും തമ്മിൽ സംഘട്ടനങ്ങളുണ്ടായിരുന്നു, അതേപോലെ മൈസൂരും കേരളവും തമ്മിൽ യുദ്ധങ്ങളുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ഭൂമികയിൽ നിന്ന് ഇന്ന് ചുരുങ്ങിയ പക്ഷം പഞ്ചാബ് വരെയെങ്കിലും യുദ്ധങ്ങളില്ലാത്ത ഒറ്റ ഭൂമികയായി. യൂറോപ്പിൽ പല രാജ്യങ്ങളുണ്ടെങ്കിലും ആ രാജ്യങ്ങളിലൂടെ ഒക്കെ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് നടന്നു പോകാനും നിങ്ങൾക്കൊരു വിസ മതി, ശെങ്കൻ വിസ. ഇത്തരം തുടങ്ങിയിട്ടുള്ള മനുഷ്യൻ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നിട്ടുള്ള അതിരുകളില്ലാത്ത ലോകത്തിൻ്റെ കൺസെപ്റ്റിനെ മുന്നോട്ട് വെക്കുമ്പോൾ അതിരുകളും മതിലുകളും തീർത്തിട്ട് മനുഷ്യനെ കൂടുതൽ ചുരുക്കുന്ന ഒരു പ്രവണതയിലേക്ക്, അപരനെ സൃഷ്ടിച്ച് യുദ്ധങ്ങളിലേക്ക് മനുഷ്യൻ്റെ ചിന്തയെ നയിക്കുന്ന വൃത്തികേടിലേക്കൊക്കെ മനസ്സ് തുറന്നു വെച്ചൊരു മനുഷ്യനായിട്ടുള്ള ഹാഷിമി താജ് ഇബ്രാഹിമും മൈത്രേയൻ അക്ഷരാർത്ഥത്തിൽ ഹാഷിമിയെ ചുവരിലൊട്ടിച്ചു എന്ന് പറയാം. കാരണം സ്വന്തം സ്റ്റുഡിയോയിലേക്ക് ഒരു അതിഥിയായി കൊണ്ടുവന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ തൻ്റെ വായിലുള്ള വിഡ്ഢിത്തങ്ങൾ വിരേചനം നടത്തിയ ഹാഷിമി താജ് ഇബ്രാഹിമിൻ്റെ അവസ്ഥ കണ്ടിട്ട് സങ്കടം വന്നുപോയി. കാരണം ഇങ്ങനെയൊന്നും ഒരു മനുഷ്യനോട് ചെയ്യരുത് മൈത്രേയ എന്ന് മനസ്സിലറിയാതെ പറഞ്ഞു പോയി. വല്ലാത്ത ആദി ഒന്ന് കണ്ടു നോക്കണേ.